ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും ഒക്കെ അംഗീകരിച്ച വേദ പഠന കേന്ദ്രങ്ങളിലെ അല്ലെങ്കിൽ തന്ത്രവിദ്യാപീഠങ്ങളിലെ അവിടുത്തെ വിദ്യാർത്ഥികളുടെയൊക്കെ യോഗ്യത സംബന്ധിച്ച്, മാനദണ്ഡം സംബന്ധിച്ച് വളരെ ചരിത്രപരമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് അഡ്വക്കേറ്റ് TR രാജേഷാണ് ഇപ്പോൾ മീഡിയ വണിനൊപ്പം ചേരുന്നത്. വളരെ ചരിത്രപരമായി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്താണ്? ഒപ്പം തന്നെ എന്തായിരുന്നു കാതലായിട്ടുള്ള പ്രശ്നം? കേരള ഹൈക്കോടതിയിൽ 2024 ഇത് സംബന്ധിച്ചൊരു ഹർജി വരുന്നത്. ഈ ഹർജി അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ 2 ഭാരവാഹികളാണ് ഹർജിക്കാരായിട്ട് ഹൈക്കോടതിയിൽ വന്നത്. പ്രധാനമായിട്ടും അവർ ഇതിൽ ചോദ്യം ചെയ്തത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷനും അതിൽ പറഞ്ഞിരിക്കുന്ന ശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗ്യതകളും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം 25, 26 എന്നിവയുടെ ഉല്ലംഘനവുമാണെന്നാണ് അവർ പ്രധാനമായും ഹൈക്കോടതിയിൽ വാദിച്ചത്. അപ്പോൾ നമ്മളതിൽ പ്രധാനമായും പറഞ്ഞ വാദം, ഇതൊരു ഭരണഘടന അനുശാസിക്കുന്ന 25, 26 അനുച്ഛേദങ്ങളുടെ ഒരു പരിരക്ഷ ഇവർക്ക് ലഭിക്കില്ല. കാരണം ഇത് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ദേവസ്വം ബോർഡും ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡും ചെയ്തത്. അതിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞത് ശ്ലോകം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരംഭിമാം വിദ്യകർത്താരം അവ്യയം. അത് പറഞ്ഞുകൊണ്ട് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രാഹ്മണ സത്വം എന്ന് പറയുന്നത് ജന്മാധിഷ്ഠിതമല്ല. ചാതുർവർണ്ണ്യം ദൈവസൃഷ്ടിയാണ്, അതിൽ ഗുണകർമ്മങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാണ് അവർ കോടതിയിൽ വാദിച്ചത്. അപ്പോൾ ഗുണകർമ്മങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിൽ ആർക്കും ബ്രാഹ്മണ്യം നേടാം എന്നുള്ളതാണ് അവിടെ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിന് മറുപടിയായിട്ട് ഞങ്ങൾ പറഞ്ഞ വാദം, ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ വാദത്തിന് ശ്രീനാരായണ ഗുരു വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരാളുടെ വർണ്ണം നിശ്ചയിക്കുക? ഗുരു പറയുന്നത് മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാമ്യഥ ന ബ്രാഹ്മണാദി അസൈവം ഹാ തത്വം വേദികോപിന. അതായത് ഒരു പശുവിന് എങ്ങനെയാണോ പശുത്വം, അതുപോലെയാണ് മനുഷ്യന് മനുഷ്യത്വം. ഈ രണ്ടും, മനുഷ്യനും പശുവും അല്ലെങ്കിൽ മൃഗങ്ങളും 2 സ്പീഷീസാണ്. മനുഷ്യന് എങ്ങനെയാണോ മനുഷ്യത്വമുള്ളത് അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യർക്കുമുള്ള മനുഷ്യത്വം. അതിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല. അപ്പോൾ ഗുരു പറയുന്നത് ജാതി എന്ന് പറയുന്നത് ജന്മരീതി എന്നാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു ജന്മരീതിയിലൂടെ ജനിക്കുന്നു. ഒരു അച്ഛനും അമ്മയിലൂടെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ജനിക്കുന്ന ഒരാൾ ഒരു ജാതി. അത് യൂണിവേഴ്സൽ ഫിലോസഫിയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചലഞ്ച് വന്നത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ലിസ്റ്റിൽ ഏകദേശം 50ഓളം ആളുകൾ ഈഴവ സമുദായ അംഗങ്ങളായിരുന്നു. ശരിയാണ്. ഈ പറഞ്ഞ ഹർജിക്കാരുടെ എല്ലാ വാദങ്ങളും കോടതി വളരെ സമർത്ഥമായും ഒരു ഒറ്റ പാരഗ്രാഫിൽ, അതായത് ആ ജഡ്ജ്മെൻറ്റിൻ്റെ 62ാമത്തെ ഖണ്ഡികയിൽ വളരെ വ്യക്തമായി കോടതി സുവ്യക്തമായി പറയുകയാണ്, ഈ പറഞ്ഞ രീതിയിലുള്ള നിയമനങ്ങൾക്കൊന്നും തന്നെ തന്ത്രസമുച്ചയങ്ങളെയോ മറ്റ് തന്ത്രഗ്രന്ഥങ്ങളെയോ ഒന്നും തന്നെ ആധാരമാക്കാൻ കഴിയില്ല. ഇത് ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അവർണരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ വിധിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കുറേ അധികം ആളുകൾ ആ റാങ്ക് ലിസ്റ്റിലുണ്ട്. അങ്ങനെയുള്ള കുറേ ക്ഷേത്രങ്ങളിൽ ശാന്തി നിയമനവുമായി മുന്നോട്ട് പോകാം എന്നല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ഈ റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. ഈ സുപ്രധാനമായ ഈ വിധി വന്നതോടുകൂടി ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഡ്വൈസ് മെമ്മോയും അതിന് പുറകെ നിയമനവും നൽകാനായിട്ട് ദേവസ്വം ബോർഡിനോ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനോ യാതൊരു നിയമ തടസ്സവുമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് TR രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഭരണഘടന കുറെ കൂടി മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അതിനകത്ത് ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയോ ഒന്നും ഒരു ഘടകവുമല്ല എന്നുകൂടി ഹൈക്കോടതി ഒരിക്കൽ കൂടി
ഉയർത്തിപ്പിടിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് എന്നാണ്. ക്യാമറ പേഴ്സൺ PL മനോജിനൊപ്പം അഹമ്മദ് മുജ്തബ, മീഡിയ 1, കൊച്ചി.